കോഴിക്കോട് ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. വനത്തിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഈ മഴ ഇപ്പോഴുമുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സമീർ? ഉന്മേഷ്, കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഇരുവഞ്ഞിപ്പുഴയിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് മലപ്പുറം മഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ടത്. വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു 6 സംഘം. അതിലാണ് +2 വിദ്യാർത്ഥിയായിട്ടുള്ള മഞ്ചേരി സ്വദേശി അഷ്റഫ് അവിടെ വെള്ളത്തിൽ വീണുപോയത്. തുടർന്ന് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു. പതങ്കയത്താണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ആ തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മലവെള്ളപ്പാച്ചിലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും ചേർന്നായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമ്പോൾ തിരച്ചിൽ തുടർന്നാൽ വലിയ രീതിയിലുള്ള അപകടമുണ്ടാകും. അത്തരമൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് താൽക്കാലികമായി ഈ തിരച്ചിൽ നിർത്തിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുവഞ്ഞിപ്പുഴ വലിയ രീതിയിൽ കുത്തൊഴുക്ക് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അതിൻ്റെ വശത്തിലുള്ളവർ, അതായത് തീരമേഖലയുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ട്. ഉന്മേഷ്, ശരി. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ കനത്ത മഴയുണ്ട് എന്ന് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. അവധിയുണ്ടോ എന്നുള്ള പതിവ് ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ അത്തരമൊരു പ്രഖ്യാപനം വന്നിട്ടില്ല. സംസ്ഥാനത്ത് 3 ദിവസത്തേക്ക് മഴ തുടരും എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ഇപ്പോഴുള്ളത്.